ആക്ച്വലി എനിക്കൊരു പണി കിട്ടി. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നും വെക്കാൻ പാടില്ലെന്നൊക്കെ എനിക്ക് തോന്നണം. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫോണൊക്കെ പിടിച്ച് നമുക്ക് സൂക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. Ryzen 9 5900. ഞാനിപ്പോൾ ബാംഗ്ലൂരിലെത്തി. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂം റൂം എന്നാണ് കേട്ടോ. ആക്ച്വലി എനിക്കൊരു പണി കിട്ടി. പണി കിട്ടണമല്ലോ, പണി കിട്ടി പഠിക്കാനാണല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലൊക്കെ ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ കയറിയപ്പോൾ ലൈക്ക് ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് 300 രൂപയാണ് വാങ്ങിച്ചത്. 3 കിലോമീറ്ററിൻ്റെ ഉള്ള സ്ഥലത്ത് പോലും എൻ്റെ കയ്യിൽ നിന്ന് അത്രയും രൂപ അവർ വാങ്ങിച്ചു. പക്ഷേ ഇവിടെ 100 രൂപയ്ക്ക് ഞാൻ ഊബർ ബുക്ക് ചെയ്ത് 6-7 കിലോമീറ്റർ വന്നു. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ബാംഗ്ലൂരും ഇതുപോലെ ഓരോ മെട്രോ സിറ്റീസ് വരുമ്പോൾ റേറ്റുകൾ ഭയങ്കര കത്തിയാണ്. അതുകൊണ്ട് ഒരല്പം ഒന്ന് സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ ഊബർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നടക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മാത്രം നമ്മളിപ്പോൾ മേജറിൽ നോക്കണ്ടേ. അത് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കട്ടെ. ഇവിടെ ഇപ്പോൾ വാക്കിങ്ങിനൊക്കെ ഭയങ്കര ആൾക്കാരൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കാറുകളും പോർഷയും എല്ലാ കാറുകളും ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഈ നട്ടുച്ചയ്ക്കാണ് ആക്ച്വലി ഇവിടെ ഈ നട്ടുച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് എപ്പോഴും സിറ്റിയിൽ ഏറ്റവും വലിയ ടെക് മാർക്കറ്റുള്ള SP റോഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ SP റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മേജർലി പല കമ്പ്യൂട്ടർ സ്റ്റോറുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനൊന്ന് കയറി ജസ്റ്റ് ഒന്ന് റേറ്റൊക്കെ ഒന്ന് നോക്കി. ആക്ച്വലി നമ്മുടെ നാട്ടിൽ 65,000 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം ഇവിടെ 65,000 പ്ലസ് ടാക്സ് ഒക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ പലയിടത്തും നമുക്ക് ക്യാമറ അലൗഡ് അല്ല, അവർക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മളൊരു സാധാരണ കടകളിൽ വരുന്ന ഒരു എക്സ്പീരിയൻസിലുപരി ഇവിടെ കൂടുതൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനപ്പോൾ ഇവിടെ കണ്ടതിന് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. രണ്ടൊന്ന് പേര് കേട്ടൊരു സ്ഥാപനമാണോ, ട്രൈ ചെയ്ത് നോക്കാം. ക്യാമറയൊക്കെ അലൗഡ് ആണോ എന്ന് അറിയില്ല. മനസ്സിലായി. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയ്യ Ryzen 9 है, Ryzen 9 5900X भैया प्राइस 70 बताता हूँ नेट प्राइस प्राइस അപ്പോൾ ഇത് 70,000 ആണ് ഇവിടുത്തെ പ്രൈസ്. അപ്പോൾ നമുക്ക് എറൗണ്ട് ഒരു ബിൽഡൊക്കെ ചെയ്യണമെങ്കിൽ കണ്ടല്ലോ, ഓരോന്നിനും 2070 സൂപ്പർ ഇതെല്ലാം MIDO ഇങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇത് ആക്ച്വലി അവിടെ നമ്മുടെ നാട്ടിലൊക്കെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ 3070 Z63 ഡിക്കി കോള എല്ലാ സംഭവമുണ്ട്. വണ്ടിയൊക്കെ അതാ തൂക്കിയെടുക്കുന്ന സംഭവമാണ്. എന്താ സംഭവം? അപ്പോൾ ഇവിടെ വണ്ടിയൊന്നും വെക്കാൻ പാടില്ലെന്നൊക്കെ എനിക്ക് തോന്നണേ. ഇതുപോലെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. എവിടെയൊക്കെ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കണം, നോക്കിയിട്ട് വേണം ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ലഞ്ച് ടൈമായി, 2-2:30 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഞാനപ്പോൾ ഫുഡ് തപ്പാനായിട്ട് നടക്കുകയാണ്. ഇന്ന് കുറേ സംഭവങ്ങൾ നടന്നു, എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ പറയുന്ന മാത്രമാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തെളിവ് ഉൾപ്പെടെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളും സ്പെക്കും എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ റൂമിൽ എത്തിട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ പേര് ഞാൻ കാണിക്കുന്നില്ല സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ സ്പെക്ക്. ഞാൻ 1 lakh ആണ് ബഡ്ജറ്റ് പറഞ്ഞത് അവർക്ക്. അപ്പോൾ എനിക്ക് തന്ന സ്പെക്ക് ഇങ്ങനെയാണ്. Ryzen 5 5600X ഇതെല്ലാം ടാക്സ് കൂട്ടാതെയുള്ള പ്രൈസാണ് കേട്ടോ. ടാക്സ് കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് അതൊരു ടാക്സിൽ വരും. B550 ആണ് മദർ ബോർഡ്, ഗിഗാബൈറ്റ് ഏറ്റവും കുറഞ്ഞ ബോർഡാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ 16 GB റാം 8ന്റെ 2 സ്റ്റിക്കാണ് ഇവർ വെക്കുന്നത്. പിന്നെ 256 GB M.2 NVMe ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ പ്രൈസ് തന്നെയാണ്. 1 TB ഹാർഡ് ഡിസ്ക് വയ്ക്കുന്നുണ്ട്. അത് മേ ബി നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ 100 രൂപ കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസമൊക്കെ ഇവിടെ. പിന്നെ SMBS ഇത് പക്ഷേ ഇവർ വയ്ക്കുന്ന ടോഷിബയാണ്. അപ്പം ടോഷിബ കുറവാണ്, അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പം SMBS 650 വാട്ട്സ് ഗിഗാബൈറ്റ്. ക്യാബിനറ്റ് ആൻറ്റി സ്പോർട്സിൻ്റെ 511 അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിലും ഓൺലൈനൊക്കെ റേറ്റ് കുറവാണ്. അസൂസിൻ്റെ ROG 2060ക്ക്
39,500 പ്ലസ്സാണ് പറയുന്നവർ. 39,500 പ്ലസ് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 3060 Ti വാങ്ങേണ്ട പ്രൈസിന് അവർ 2060 കൊടുക്കുക. ഗൈസ്, ഇതിലാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടബിൾ ആയത്. കാരണം നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാം 2060യും 3060 Tiയും തമ്മിൽ ആക്ച്വലി വലിയ ഡിഫറൻസ് ഇല്ല പ്രൈസിൽ. പക്ഷേ വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് മേ ബി കൂടുതലായിരിക്കാം. പക്ഷേ 2060ക്ക് 39,500 പ്ലസ് എന്ന് പറയുന്നത് ലൈക്ക് നോട്ട് ഗുഡ്. പിന്നെ മൗസ് ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ബഡ്ജറ്റ് മൗസും ഒരു മോണിറ്റർ പറയുന്നുണ്ട്. അതും 16,000 പ്ലസ് ടാക്സ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതിനും എക്സ്ട്രാ നല്ല എമൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ റേറ്റ് അതിൽ കുറവാണ്. ഒരു ഫ്രീ മൗസ് പാഡ് അവർ എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടെ 1,26,000 അവർ പറയണേ. പിന്നെ വിൻഡോസും എല്ലാം കൂടെ നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ട് 1,25,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയത്. ബാക്കിയുള്ള സ്ഥാപനത്തിനായിട്ട് ഞാനിപ്പോൾ പറയാം. ബാക്കിയുള്ളതെല്ലാം വൻ കോമഡിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും മിക്കവാറും ഉള്ള ഫേമസ് ആയിട്ടുള്ള പല ഓഫീസുകളിലും കടകളിലും കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു കട എന്നുള്ളതിലുപരി നമ്മളന്ന് ഡൽഹിയിൽ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ കൊടുത്തിരുന്ന ഒരു കൺസൾട്ടേഷൻ ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയില്ല. ഇവിടെ ഓണർ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും പ്രൈസ് അറിയില്ല. അവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നുണ്ട്. അതും ഒന്നിനും ഒരു ധാരണ ഇല്ലാതെ കുറേ കാര്യങ്ങൾ ഈ ലോക്കൽ ടോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോയപ്പോൾ ഇന്നലെ കിട്ടിയ ആകപ്പാടെ എനിക്ക് കിട്ടിയ പ്രൈസ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരുമാതിരി നിങ്ങൾ കണ്ടില്ലേ പ്രൈസ് 75,000 പ്ലസ് എന്നൊക്കെ പറയുന്നത്. എന്ത് ബുൾഷിറ്റാണ് ഇവന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത വിലയും, സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്ത ലെവലിലാണ് ഇവർ കൊടുക്കുന്നത്. കാരണം ഇപ്പൊ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ ആരെങ്കിലും ഒരാൾ സ്ഥാപനത്തിലോട്ട് വരികയാണെങ്കിൽ അവർ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതിലുപരി അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കുറച്ച് കടമകളും കുറച്ച് കേർട്ടസിയും ഉണ്ട്. ഇതൊന്നും എനിക്ക് ഇന്നലെ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഈ ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ എന്നെ കുറച്ചെങ്കിലും ഒരു കൺസിഡർ ചെയ്ത് ഈ പ്രൈസ് ഇടാനെങ്കിലും ഒരു മെനക്കെട്ടു. പിന്നെ ഉള്ളത് പറയാലോ ഗൈസ്, ഇന്നലെ പോയ ആ സ്ഥാപനത്തിൽ ഞാൻ കുറച്ച് ഹാപ്പിയാണ്. അതുപോലെ കുറേ ഓഫീസുകളുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിസ്റ്റമോ ഒന്നും അവിടെ കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻസ് ഇങ്ങനെ എടുക്കാനാണെന്നറിയാം, അതായത് കുറെ റേറ്റുകൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ സൈറ്റുകൾ വഴി എടുക്കാം. അതായിരിക്കും ഇതിനെക്കാട്ടിലും ബെറ്റർ. ബാംഗ്ലൂർ വന്നിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ വന്നിട്ട് നല്ല റേറ്റ് ആണ്, കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഗൈസ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിനെക്കാളും മേ ബി ഒരു 500 രൂപ തൊട്ട് 1000 ഡിഫറൻസ് വരുള്ളൂ. കാരണം ഞാനിപ്പോ പ്രൊസസറിന്റെ റേറ്റ് നോക്കിയപ്പോൾ ഒരു നിയർലി 200 രൂപ ഡിഫറൻസാണ് വരുന്നത്. നമ്മൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്നവർക്ക് മേ ബി ഇത് വെറുതായിരിക്കും. പക്ഷെ കേരളത്തിൽ നിന്ന് അതൊട്ട് ഇതുവരെ വന്ന് സർവീസ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും പെടും നമ്മൾ. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചോദിച്ചു ഈ ബിൽഡ് എത്ര രൂപയാകും, ബിൽഡ് കോസ്റ്റ്. നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലും ബിൽഡ് കോസ്റ്റ് ഉണ്ട് കേരളത്തിൽ. ഇപ്പം നമ്മൾ GeekBoZ ടെക്സ്റ്റ് സ്റ്റോറിലായാലും നിങ്ങൾക്ക് നല്ലൊരു ചാർജ് വരും. പക്ഷേ ഇവിടെ പോയപ്പോഴത്തേക്ക് ബിൽഡ് കോസ്റ്റ് ഇല്ല കേട്ടോ, ബിൽഡ് കോസ്റ്റ് ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു ബ്രോ എത്ര സമയം കൊണ്ട് ബിൽഡ് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞതാണ് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അത് ഇപ്പം തരാമെന്ന്. ആ ടെക്നീഷ്യൻ അവിടെ ഉണ്ട്, ടെക്നീഷ്യൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അവരെല്ലാം ഇപ്പം എല്ലാം റെഡി തരും എന്നാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാനൊക്കെ ആണെങ്കിൽ കേബിൾ മാനേജ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 1/2 മണിക്കൂർ കൊണ്ടുള്ള ഒരു ബിൽഡ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം എന്ത് ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളതെന്ന്. അതുകൊണ്ട് പിന്നെ ലൈക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നിങ്ങൾ എവിടെ പോയിരുന്നാലും ആ ഒരു ഇപ്പൊ ആ സ്ഥാപനങ്ങളുടേതായ കുറെ സ്ട്രാറ്റജീസും പോളിസീസും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു തനി കച്ചവടത്തിന്റെ ഏരിയ, കുറെ ഒരു 100 കണക്കിന് കടകളും സ്ഥാപനങ്ങളും ഉള്ളിടത്ത് കുറെ ബോർഡുകൾ ഗെയിമിങ്ങിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി ബോർഡുകൾ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നു, കയറുന്നു, അതിന് സാധനം ഉണ്ടോ ഇല്ല, അത്ര എന്നതാ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് ഇരിക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേർട്ടസിയോ എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ പോലും ആൾക്കാർക്ക് സമയമില്ല. ദേ ഡോണ്ട് കെയർ. ഇതാണ് എനിക്ക് കിട്ടിയ ഫീലിംഗ് കേട്ടോ. ഞാൻ പലരും പറഞ്ഞു ബാംഗ്ലൂരിൽ ഭയങ്കര സംഭവമാണ്, റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം വളരെ ചെറിയ ഡിഫറൻസിന് വേണ്ടി വലിയൊരു വില നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ടി വരും. കാരണം സിസ്റ്റം ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറക്റ്റ് കൺസൾട്ടേഷൻ പോലും തരാനായിട്ട് പോലും ഇവർക്ക് സമയമില്ല. അതിനെപ്പറ്റിയുള്ള ഒരു എനിക്ക് കിട്ടാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരെങ്കിലും പോയി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. കാരണം ഞാൻ പോയി ഒരു വ്ളോഗറായിട്ടല്ല, ഞാനൊരു സാധാരണ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അപ്പം അവിടെ കിട്ടാത്തതായിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനുമില്ല. ഓരോരുത്തരും ഓരോ റേറ്റുകളൊക്കെയാണ് പറയുന്നത്. റേറ്റിലല്ല കേസ് കാര്യം, നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഗൈസ് പിന്നെ എൻ്റെ യാത്ര ഭയങ്കര കിടിലായിരുന്നു. യുളു ആ ഒരു ബൈക്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. നിങ്ങൾ ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ വരെ ഒന്ന് ട്രൈ ചെയ്യുക.
വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂളുവിൻ്റെ കറക്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഭയങ്കര എലോങ്ങേറ്റ് ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടെക് വിസിറ്റ് ആണ്. കുറച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഒന്നും കൂടെ കയറേണ്ടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി ഇതാകണ്ടോ, നമ്മുടെ സഹയാത്രികൻ യൂളു ബൈക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് ഇന്നലെ എടുത്ത വണ്ടിയല്ല കേട്ടോ, വേറെ വണ്ടിയാണ്. പുള്ളി സാനിറ്റൈസ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത് വണ്ടി. പിന്നെ 100% ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്നലത്തെ പോലെ പകുതി വെച്ചിട്ടല്ല ഞാൻ എടുത്തത്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് 100% ഈ ബാറ്ററിയുടെ ഇത് കണ്ടോ, ഈ ഗ്രീൻ 3 കട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയി തിരിച്ചു വരാമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. നമ്മുടെ നാട്ടിൽ ചാല മാർക്കറ്റ് ഒക്കെ ഇല്ലേ, ചാല മാർക്കറ്റ് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ഒരു ഫോൺ ആയതുകൊണ്ടാണ് ഇത്രയും വൈഡായിട്ട് എടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഈ ഫോണിൽ നോക്കിയാൽ ഞാൻ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ യൂസ്ഡ് ലാപ്ടോപ്പ് എന്നൊക്കെ പറയാൻ ഫുള്ള് സർവീസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. അത് സർവീസ് സെൻ്ററുകളിലാണ് ഈ യൂസ്ഡ് ലാപ്ടോപ്പ് കിട്ടുക. അതിപ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത് അത്രയും കംപ്ലയിൻസ് എല്ലാം അത് വരുന്ന സാധനങ്ങളാകുമ്പോൾ നമുക്കൊരു ഒക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ക്യാൻവാസ് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ്. ഒരു ധാരണ ഇല്ലാതെ ഒരിക്കലും ഒന്ന് പെട്ടുപോകരുത് ഗൈസ്. ഞാൻ ഒരു യൂസ്ഡ് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി 5 ലാപ്ടോപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റുകളൊക്കെ നോക്കാനായിട്ടാണ് പോകുന്നത്. എവിടെ കിട്ടുമെന്നൊക്കെ നോക്കാം. ആക്ച്വലി പ്രൈസിങ് മാത്രമാണ് നമ്മുടെ ഒരു മെയിൻ ഘടകം. അപ്പോൾ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളും കടകളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റേറ്റ് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ 5 ലാപ്പ് നമുക്ക് നോക്കാം. ഇത് റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നത്, റോഡല്ല ആക്ച്വലി വഴിയാണ്. ഈ ഫോണൊക്കെ പിടിച്ച് വാങ്ങാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവിടെ ആക്ച്വലി ക്യാമറ അലൗഡ് അല്ല, അവർ കയറുമ്പോൾ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത. ആക്ച്വലി അവിടുത്തെ ഉള്ള എല്ലാം ഈ നിങ്ങൾ സർവീസ് സെൻറ്റേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ റേറ്റ് കുറവാണെന്നോ ഇല്ലെങ്കിൽ നല്ലൊരു സാധനം കിട്ടുമെന്നോ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. പക്ഷേ സാധനം കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ സർവീസ് സെൻറ്ററിൽ ഈ കുത്തി തൊലച്ച സാധനങ്ങളൊക്കെയാണ് ഇവിടെ സർവീസ് സെൻറ്ററിൽ മേജറിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് SP റോഡാണ്. വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, നോക്കിയിട്ട് എന്താ വെച്ചാൽ ബാക്കി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫോണൊക്കെ പിടിച്ച് മനസ്സിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. നമുക്ക് അത് കണ്ടി കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഇത്രയും നേരം യാത്ര ചെയ്ത് എത്തി ഗൈസ്. കണ്ട ഇന്ന് ഫുൾ ചാർജ് ഉള്ളതുകൊണ്ട് ഈ വണ്ടി എനിക്ക് മാറ്റേണ്ടെന്നില്ല. ഇത്രയും വണ്ടികളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി കുറേ മണിക്കൂർ ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ആ ഒരു സമയത്ത് 11:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 7-8 മണി ആയിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ വന്നത്. താങ്ക്സ് ടു യു മാൻ, ഗുഡ് ജോബ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ യൂളു ബൈക്ക് തന്നെയാണ് നമ്മുടെ ഇന്നും നമ്മുടെ ബസ്സിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഡിപ്പാർച്ചർ വന്നിട്ട് ഇവിടെ നിന്ന് വിടുന്നത് ആക്ച്വലി ഇതാണ് മടിവാള എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും, അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത്. ഞാൻ റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് ഫെയറിനപ്പായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്തൊരു വ്ളോഗ് കാണുമ്പോഴേക്കും പ്രശാന്താവി സൈനിങ് ഔട്ട്.